ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ എന്റെ തമ്മിൽ കണ്ടപ്പോൾ കുറച്ചധികം ഒന്ന് കൺഫ്യൂസ് ആയി കാണും. കാരണം നിങ്ങൾ എല്ലാവരും യൂട്യൂബിൽ ഒരുപാട് ആൾക്കാർ പറയുന്നത് കേട്ട് മേടിച്ച ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ്, ആർട്സ് സ്കൂട്ടേഴ്സിന്റെ റോസ്മേരി വാട്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു തമ്മിൽ ഇടുമ്പോൾ നിങ്ങൾ എന്തായാലും കൺഫ്യൂസഡ് ആകും എന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾ കൺഫ്യൂസഡ് ആകണ്ട. നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിൽ ഞാനൊരു തമ്മിൽ ഇട്ടുന്നുള്ളൂ. ഇങ്ങനെയൊക്കെ തമ്മിൽ ഇടുമ്പോഴേ ആൾക്കാർ ശ്രദ്ധിക്കുന്നുള്ളൂ, അതുകൊണ്ടാട്ടോ. പക്ഷെ പ്രൊഡക്റ്റിന് വീഡിയോ ഫുള്ള് കാണുന്നതിന് മുന്നേ പ്രൊഡക്റ്റ് എന്നാ വേണ്ടാന്ന് വിചാരിക്കരുത്. പ്രൊഡക്റ്റ് അടിപൊളിയാണ്. 2 മാസം കഴിഞ്ഞു ഞാൻ ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. 2 മാസം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എനിക്ക് എക്സാക്ട് അറിയത്തില്ല, എന്നാലും 2 മാസം എന്തായാലും കഴിഞ്ഞ് നിൽക്കുന്നു കേട്ടോ. അപ്പൊ എന്റെ ആ ഒരു പ്രൊഡക്റ്റിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു റിവ്യൂ ഞാൻ ഇന്ന് പറയാം. ഒന്ന് എന്ന് പറയുന്നത് നിങ്ങൾ ലൈക്ക് ചെയ്യുക, 2 എന്ന് പറയുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി 3ാമതാണ് നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റിയുള്ള റിവ്യൂ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇന്ന് ഈ ഒരു പ്രൊഡക്റ്റിന്റെ 3rd ബോട്ടിലാണ്. എനിക്ക് ഈ പ്രൊഡക്റ്റ് വേഗം തന്നെ തീർന്നു പോകുന്നത് മാത്രമേ വിഷമമുള്ളൂ. അപ്പൊ ഞാൻ വീണ്ടും റീപർച്ചേസ് ചെയ്യേണ്ട വരികയാണ്. സോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം കുറച്ച് വലിയ ബോട്ടിൽ തന്നെ, അതിന്റെ ഇതിപ്പെന്ന് പറയുന്നത് നമ്മുടെ 100 ml ആണ്. 500 ml വലിയ ബോട്ടിൽ മേടിക്കും. 500 ml ആണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് കറക്റ്റ് തമ്മിൽ സൈഡിലായിട്ട് പിക്ക് കൊടുക്കാം. വലിയ ബോട്ടിൽ മേടിക്കാൻ കിട്ടും. അപ്പൊ നമുക്ക് അത് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് റീഫിൽ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഞാൻ അങ്ങനെ തുറന്ന് മേടിക്കാന്ന് വിചാരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ആരും മേടിക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും മേടിച്ചോളൂ കേട്ടോ. എന്റെ റൂമിലെ ട്യൂബ് ലൈറ്റ് അടിച്ചു പോയിട്ടോ. അപ്പൊ ഞാൻ റിംഗ് ലൈറ്റിന്റെ വെട്ടത്തിലാണ് ഇപ്പൊ വീട് എടുക്കുന്നത്. പക്ഷെ ഇതെനിക്ക് കുറച്ചും കൂടെ ആ ലൈറ്റ് ഉള്ളതിനെക്കാട്ടും ബെറ്റർ ആയിട്ട് എനിക്ക് ഇതാണ് തോന്നുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഹോസ്റ്റലായതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലൊന്നും ഇരുന്ന് വീട് എടുക്കാൻ പറ്റില്ല. എന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കുറച്ച് മോശമായിരിക്കും, നിങ്ങളൊന്ന് ക്ഷമിക്കുക. അപ്പോ നമുക്കിത് കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ഈ ഹോസ്റ്റലിൽ നിന്നൊക്കെ പോയിട്ട് ബെറ്റർ ആക്കാം കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്ത് 2 മന്ത് കഴിഞ്ഞു. അപ്പൊ ഞാൻ അതിന്റെ ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു റിസൾട്ട് എന്താന്ന് പറയാം. ഞാൻ വർക്ക് ചെയ്യുന്നത് കാത്തലാബ് എന്ന് പറഞ്ഞിട്ട് ഡിപ്പാർട്ട്മെന്റ്. മെഡിക്കൽ ഫീൽഡ് വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും, അത്യാവശ്യം നല്ല റേഡിയേഷൻ ഉള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ എനിക്ക് നല്ല ഹെയർ ഫോൾ ആണ്. ഈ കേസ് കൂടുതൽ ഉള്ള ടൈമിൽ നല്ല ഹെയർ ഫോൾ ഉണ്ടാകും. അപ്പൊ ഹെയർ ഫോൾ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ലോണം തന്നെ എന്റെ ഹെയർ ലോസ് കുറയാറുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എന്റെ നെറ്റ് കയറുന്ന ഇഷ്യൂ നോക്ക്, എനിക്ക് ഇഷ്ടംമാതിരി ബേബി ഹെയർസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഇതിനെക്കാട്ടും കൂടുതൽ നെറ്റ് കയറിയിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ നല്ല ബേബി ഹെയർസ് ഇതേപോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ സ്കാൽപ്പിൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എപ്പോഴാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാനിവിടെ ഐക്കാർട്ടിലായിട്ട് കൊടുക്കാം. ഐക്കാർട്ട് എന്താണെന്ന് അറിയില്ലാത്തവർക്ക് ഇതിന്റെ സൈഡിലായിട്ട് മുകളിലായിട്ട് വീഡിയോയുടെ മുകളിലായിട്ട് ഇങ്ങനെ വരും. അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോയിലോട്ട് ഡയറക്റ്റ് പോകാം. അപ്പൊ ഞാൻ ആ ഒരു പ്രൊഡക്റ്റ് എന്താ പറയാ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ആ വീഡിയോക്കകത്തുണ്ട്. ഇപ്പൊ ഈ പ്രൊഡക്റ്റ് കയ്യിലുള്ളവരാണെങ്കിൽ ഇതിന്റെ ബേക്കിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് എങ്ങനെയാണ് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഒരു 3 ടെക്നിക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആ രീതിയിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. മൈഗ്രെയിൻ ഇഷ്യൂ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യമൊക്കെ തേക്കുന്ന സമയത്ത് നല്ലോണം തലവേദന ഉണ്ടാകുന്നുണ്ട്. പിന്നെ യൂസ് ചെയ്യുന്ന സമയത്ത് തലവേദന അങ്ങനത്തെ ഇഷ്യൂ വരുന്നില്ല എങ്കിൽ കൂടെ നിങ്ങൾ ഒരു 10 മിനിറ്റ് തലയിൽ അപ്ലൈ ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യുക. അല്ലാണ്ട് നിങ്ങൾ രാത്രി അപ്ലൈ ചെയ്തിട്ട് പിറ്റേ ദിവസം കഴിയുന്ന ആ ഒരു ടെക്നിക്ക് നിങ്ങൾ ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. കാരണം മൈഗ്രെയിൻ ഉള്ളവർക്ക് എന്ത് സ്മെല്ലും ചിലപ്പോൾ തലവേദന ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. എനിക്ക് മൈഗ്രെയിൻ ഇഷ്യൂ ഉള്ള ഒരാളാണ്. പക്ഷെ എനിക്കങ്ങനെ തലവേദന ഉണ്ടായിരുന്നില്ല. ഒരു ബ്രീത്തിങ് ഡിഫിക്കൽട്ടി പോലെ ഫസ്റ്റ് ടൈം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് അങ്ങനത്തെ ഒരു വലുതായിട്ടൊന്നും ഇല്ല, പറയത്തക്ക രീതിയിൽ എടുത്തു പറയത്തക്ക രീതിയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഇപ്പൊ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇതിപ്പോ എന്റെ 3ാമത്തെ ബോട്ടിലാണ്, ഞാനത് പറഞ്ഞു തോന്നുന്നു. ഞാനൊരു പുതിയ ബോട്ടിൽ വലുത് മേടിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട് കേട്ടോ. ഓർഡർ ആക്കിയിട്ടുണ്ട്. അപ്പൊ അത് വന്നു കഴിയുമ്പോൾ ഇതിനകത്ത് റീഫിൽ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ എനിക്ക് സ്നീസ് ചെയ്യാൻ വന്നിട്ടോ. ഇനി കുറച്ചു പേർക്ക് ഈ പ്രൊഡക്റ്റ് ആദ്യം യൂസ് ചെയ്ത സമയത്ത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ ഹെയർ ഫോൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ളവര് നിങ്ങൾ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഹെയർ ഫോൾ ഉണ്ടാവുന്നത് നോക്കുക. നിങ്ങൾക്ക് പീരീഡ്സ് റെഗുലർ അല്ലെങ്കിൽ നിങ്ങൾക്ക് തൈറോയ്ഡ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, അതായത് ഹോർമോൺ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഹെയർ ഫോൾ ഉണ്ടാകാം. അപ്പൊ അങ്ങനെയുള്ളവരാണെങ്കിൽ അത് ആദ്യം റെഡിയാക്കുക. അതിനുശേഷം എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഹെയർ ലോസ് കൺട്രോൾ ആയത് മാത്രമല്ല, അതിന്റെ വേറൊന്നും കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് നല്ലോണം ഡാൻഡ്രഫ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഞാൻ എന്റെ വീഡിയോസിലൊക്കെ എപ്പോഴൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്റെ ഡാൻഡ്രഫ് നല്ലോണം തന്നെ കൺട്രോൾ ആയി. ഞാനിപ്പോ ഇങ്ങനെ കാണിച്ചു കണ്ടോ, ഞാൻ ചൊറിയുമ്പോഴൊക്കെ നിങ്ങൾ നോക്കി ഇല്ല, എന്റെ ഡാൻഡ്രഫ് പോയി. ഞാനല്ലാണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് അല്ലാണ്ട് റെഗുലർ ആയിട്ട് ഞാൻ ഒരു ഹെയർ കെയർ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അപ്പം എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷമാണ് എന്റെ ഡാൻഡ്രഫ് റിമൂവ് ആയത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഡാൻഡ്രഫ് മാറിയവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഒരു 2 മാസം ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് ഞാൻ ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ. ബേബി ഹെയർസ് വന്നു, ഹെയർ ഗ്രോത്ത് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയി, ഡാൻഡ്രഫ് മാറി, ഹെയർ ലോസ് മാറി കേട്ടോ. അപ്പൊ ഇത്രയാണ് എനിക്ക് ഉണ്ടായിരുന്നത്. എന്തെങ്കിലുമൊക്കെ ഓർക്കുകയാണെങ്കിൽ ഞാൻ വേറെ വീഡിയോ ആയിട്ടൊക്കെ ചെയ്യാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സീ യു ടുമോറോ.